ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിലെ 8ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇങ്ങനെ അളക്കാം എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗവും ഇതിലെ ഫുൾ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പാഠഭാഗത്തും പഠിക്കാനുള്ളത് എന്നുള്ളത് അല്ലേ. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അളക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അളവിനെ കുറിച്ചിട്ടുള്ള എന്തോ പാഠഭാഗമാണെന്ന് മനസ്സിലായി അല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. GLPS കുഞ്ഞിത്തോട് മികവുത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ എന്താണ് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട്, വലിയ പേപ്പർ എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് കുട്ടികൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കണക്കുകളിയാണ് ഇവിടെ നടക്കുന്നത്. മികവുത്സവത്തിൽ കുട്ടികൾ പല വസ്തുക്കളുടെയും നീളം കണ്ടുപിടിച്ചു. പട്ടിക നോക്കൂ, വസ്തുക്കളുടെ നീളം കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേന, പെൻസില്, നോട്ട്ബുക്ക് അതിൻ്റെ ഒരു വശം, 2 വശം, അതുപോലെ A4 പേപ്പർ അതിൻ്റെ ഒരു വശം, 2 വശം, ഇതൊക്കെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചുകൊണ്ട് ആദ്യം നിങ്ങളൊന്ന് ഊഹിച്ചെഴുതുക എത്ര ഉണ്ടാവും എന്നുള്ളത്. അതിനുശേഷം അളന്ന് കിട്ടിയ നീളം സെൻറ്റിമീറ്ററിൽ എഴുതി കൊടുക്കുക. സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ സ്കെയിലിൻ്റെ ഒരു വശം ഉള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അളന്നിട്ട് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുക ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിലോ പേനയോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളും എഴുതി നോക്കുക. ഇനി വസ്തുക്കളുടെ നീളം അളന്നപ്പോൾ എല്ലാ നീളവും കൃത്യമായി അളക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ നീളവും കൃത്യമായി എഴുതാൻ കഴിയില്ല. വലിയ വരകൾക്കിടയിലെ ചെറിയ വരകളും ഉപയോഗിക്കണം എന്നാണ് ഒരു കുട്ടി പറയുന്നത്. അപ്പോൾ ഇതാണ് സ്കെയിലിൻ്റെ ഈ വശമാണ് നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഇഞ്ച് എന്നാണ് പറയുക. ഇഞ്ച് 4 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ തന്നെയല്ലേ നിങ്ങളുടെ സ്കെയിലുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ പറയുന്നുണ്ട് കൃത്യമായി അളക്കാൻ വേണ്ടി എന്ത് ചെയ്യണം. ചിത്രത്തിലെ പെൻസിലിൻ്റെ നീളം എത്രയാണ്. ഇവിടെ പെൻസിൽ നോക്കൂ, പെൻസിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം അളക്കുമ്പോഴും ഈ 0 നിന്നാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് നമ്മൾ നോക്കുക എവിടെ അവസാനിച്ചിരിക്കുന്നത്, ഇവിടെയാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലേ. ഇതുവരെ ഉള്ളത് 13 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഓരോ മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 13 പിന്നെന്താണ് 5 ആണ് കിട്ടിയത് അല്ലേ. അഥവാ 13ൻ്റെയും 14ൻ്റെയും ഇടയിലാണ് അല്ലേ. ശരിയാണ്. അടുത്തടുത്ത സെൻറ്റിമീറ്റർ വരകൾക്കിടയിലെ 9 ചെറിയ വരകൾ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3 ഇങ്ങനെ 9 വരകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ 10 ചെറിയ അകലവും ഉണ്ട് അല്ലേ. 10 അകലമാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇവിടെ മുതൽ ഇതുവരെ 9 വരകൾ ഉണ്ടായിരിക്കും. അഥവാ 10 അകലമാണ്. ഈ വരയും കൂടി കൂട്ടി നോക്കിയാൽ 10 അകലം ഉണ്ടായിരിക്കും. പെൻസിലിൻ്റെ മുന 13 സെൻറ്റിമീറ്റർ കഴിഞ്ഞുള്ള 5ാമത്തെ ചെറിയ വരയിലാണ്. നമ്മൾ പറഞ്ഞു 5ാമത്തെ ചെറിയ വര, ഈ ഒരു വര എന്ന് പറയുന്നത് 5ാമത്തെ വരയായിട്ട് വരും. അപ്പോൾ 5ാമത്തെ ചെറിയ വരയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ചെറിയ 2 വരകൾക്കിടയിലെ അകലം എന്ന് പറയുന്നത് എന്താണ്, മില്ലിമീറ്റർ ആണ്. അഥവാ ഇവിടെ 2 വര, ഈ ഒരു 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു വരല്ലേ, ഇതുവരെയുള്ളതെന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ 5 എണ്ണാണുള്ളത് അല്ലേ. അപ്പോൾ 5 മില്ലിമീറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, 13 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ അകലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് ഈ ഒരു ഇത് മുതൽ ഇതുവരെയുള്ളത് 1 സെൻറ്റിമീറ്ററും ഇത് മുതൽ ഈ ഒരു ചെറിയ വര വരെയുള്ളത് എന്താണ്, മില്ലിമീറ്ററും ആണ്. അപ്പോൾ എന്താണ് സെൻറ്റിമീറ്റർ, എന്താണ് മില്ലിമീറ്റർ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഇനി താഴെ നോക്കൂ, 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അത് ശരിയാണല്ലേ. കാരണം എന്താണ്, ഇപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ 0 മുതൽ ഇവിടെ 1, ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, 10 വരകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 10 വരകൾ എന്ന് പറയുന്നത് എന്താണ്, 10 മില്ലിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിൻ്റെ വശങ്ങളുടെ നീളം അളന്നെഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ വശം എത്രയാണ്, ചെറിയ വശം എത്രയാണ് എന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ എല്ലാവർക്കും ഗണിത പാഠപുസ്തകം ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വലിയ വശം എന്ന് പറയുന്നത് എത്രയാണ്, 26 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ,
സെൻറ്റിമീറ്ററിനെ നമ്മൾ ചുരുക്കിയിട്ട് സെമി എന്ന് എഴുതി കൊടുക്കും. 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെമി എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ 8 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 8 മില്ലിമീറ്ററിനെ മിമി എന്നും എഴുതാം. ചെറിയ വശം എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 4 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. നിങ്ങൾ അളന്ന് നോക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ സ്കെയിലിൻ്റെ നീളം, സ്കെയിൽ സാധാരണ നമ്മൾ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് ഉപയോഗിക്കുക, ചിലവർ 30ൻ്റെ ഉപയോഗിക്കും. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും? വലിയ വശം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററും അതിൽ മില്ലിമീറ്റർ ഉണ്ടായിരിക്കുമോ? അതിൻ്റെ ആ രണ്ടറ്റത്തും ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 മില്ലിലിറ്ററും കൂടെ കിട്ടും. ഇനി ചെറിയ വശം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 4 മില്ലിമീറ്ററും ആയിരിക്കും. ഓക്കെ, 4 മില്ലിമീറ്ററും ആയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട് ബുക്കിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. ആ വരച്ച വരയുടെ നീളം എഴുതുക. അപ്പോൾ നിങ്ങൾ വലുതാണോ ചെറുതാണോ വരക്കുന്നതെന്ന് ടീച്ചർക്ക് അറിയോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഏതാണോ വരക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് എഴുതി കൊടുക്കുക? അവിടെ എത്രയാണ് അതുള്ളത് എന്നുള്ളത് ജസ്റ്റ് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോവാം. ഇവിടെ നീളം എത്ര എന്ന് പറയുന്നുണ്ട്. പെൻസിലിൻ്റെ നീളം എഴുതാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം, എന്നിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്? പെൻസിൽ വെച്ചിൻ്റെ ഇവിടെയാണ് അല്ലേ? ഈ 3ലാണ് ഉള്ളത്. 3 മുതൽ 14 വരെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കുറക്കണം. 14ൽ നിന്നും 3 കുറച്ചാലും മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് 1 ആയി, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ആയി അല്ലേ? അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക? 11 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. അതിന് മില്ലിമീറ്റർ ഉണ്ടോ? ഇല്ല. ഇത് ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ മില്ലിമീറ്റർ 0 ആണ്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ എന്താണ്? 15ൽ അവസാനിക്കുന്നുണ്ട്, പക്ഷേ തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? ഏകദേശം ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതെത്രയാണ്? നമുക്ക് ആദ്യം സെൻറ്റിമീറ്റർ എണ്ണി നോക്കാം. 1, 2, 3, 4. ഒന്നുകൂടെ എണ്ണി നോക്കാം. 1, 2, 3, 4, 5 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എത്ര മില്ലിമീറ്റർ ഉണ്ട്? ഇവിടെ 5 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ 1, 2, 3 എണ്ണം കൂടി ഉണ്ട് അല്ലേ? അപ്പം 5ഉം 3ഉം 8. അപ്പോൾ എത്ര മില്ലിമീറ്റർ ആണ്? 8 മില്ലിമീറ്ററുമാണ് ഉള്ളത്. മില്ലിലിറ്റർ അല്ല, മില്ലിമീറ്റർ. ഓക്കെ, 8 മില്ലിമീറ്ററും ഉണ്ട്. അടുത്തത് നോക്കൂ. അടുത്തത് നമുക്ക് ആദ്യം തന്നെ സെൻറ്റിമീറ്റർ എണ്ണി നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങി ഏകദേശം ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ 14 വരെ ഉള്ളത് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് അവിടെ ഉള്ളത്. ഇനി മില്ലിലിറ്റർ അളന്ന് നോക്കാം. ഏതുവരെയാണുള്ളത് എന്ന് അളന്നാൽ മതി അല്ലേ? 5 കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ 2 വരെയാണ് ഉള്ളത്. അപ്പോൾ എത്രയായി? 7 ആയി അല്ലേ? 5 കഴിഞ്ഞാൽ പിന്നെ 2 വരാന്ന് പറയുമ്പോൾ അവിടെ 2 കൂടെ 2 മില്ലിമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ എത്രയായി? 5, 2, 7. അപ്പോൾ 8 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആയി. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 2 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ 2ലേക്ക് 3, 1, 2, 3, 4, 5, 6 ആയി അല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി എത്ര മില്ലിമീറ്റർ ഉണ്ട് എന്ന് നോക്കാം. എത്രയാണുള്ളത്? ഇവിടെയും 2ൻ്റെ അവിടെ അല്ലേ? ഇവിടെയാണ് അവസാനിക്കുന്നത്. എത്രയായി? ഇവിടെ 7 ആയി അല്ലേ? അപ്പോൾ 7 മില്ലിമീറ്റർ ആണ് ഉള്ളത്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1, 2, 3. എത്രയായി? 3 സെൻറ്റിമീറ്റർ ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മില്ലിമീറ്റർ എത്ര ഉണ്ടെന്നതും കൂടെ നമ്മൾ ഒന്ന് നോക്കണം അല്ലേ? ഇവിടെ നോക്കി എത്ര മില്ലിമീറ്റർ ആണ് ഉള്ളത് എന്നുള്ളത്. ഏകദേശം ഇത് അവസാനിക്കുന്നത് ഇവിടെയാണ് അല്ലേ? ഒരു 8ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ 8 മില്ലിമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് മില്ലിമീറ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് കടലാസ് നാടയാണ്. കടലാസ് നാട. ചുവടെ കൊടുത്തിരിക്കുന്ന കടലാസ് നാടകളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കണം. സ്കെയിൽ വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് നിങ്ങൾ അളന്നു നോക്കുക. അതിനുശേഷം എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്നാമത്തെ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇത് അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, 3 സെൻറ്റിമീറ്ററും കിട്ടും. അതുപോലെ തന്നെ 7 ഉണ്ടാവുമോ? 7 ഇല്ല,
3 5 മില്ലിമീറ്ററും കിട്ടും. ഓക്കെ, 5 മില്ലിമീറ്ററും കിട്ടും. രണ്ടാമത്തെ അളന്നിട്ടുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 7 മില്ലിമീറ്ററും കിട്ടും. മൂന്നാമത്തെ അളന്നു കഴിഞ്ഞാൽ 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും കിട്ടും. അവസാനത്തെ നിങ്ങൾ അളന്നിട്ട് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അളന്നപ്പോൾ എന്നുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാം. കണക്കുകളിലെ വസ്തുക്കളുടെ നീളം ഒരിക്കൽ കൂടി അളന്നു നോക്കൂ. കൃത്യമായ അളവ് പട്ടികയിൽ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങളുടെ പേനയും പെൻസിലും അതുപോലെ തന്നെ നോട്ട്ബുക്കും എല്ലാം എടുക്കുക. A4 പേപ്പർ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ അളന്നിട്ട് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അളക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അളന്നിട്ട് എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇതൊക്കെ അളന്നെഴുതാനുള്ള പ്രവർത്തനമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അളക്കൂ കണ്ടുപിടിക്കൂ എന്നതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. വരയിലെ ഇടത്തെ അറ്റം മുതൽ അടയാളമിട്ട ഭാഗം വരെയുള്ള അകലം എത്രയാണ് അളന്നെഴുതാനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കെയിൽ വെക്കുക, അതിനുശേഷം നിങ്ങൾ അളന്ന് നോക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടും 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. ഇനി അടയാളമിട്ട ഭാഗം മുതൽ വലത്തെ അറ്റം വരെയുള്ള അകലം എത്രയാണ്? അളന്നു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. 5 സെൻറ്റിമീറ്റർ. വരയുടെ ആകെ നീളം എത്രയാണ്? അപ്പോൾ ഇവിടുന്ന് 2ഉം ഇത് 5ഉം എത്രയായി? 7 സെൻറ്റിമീറ്റർ ആയി അല്ലേ? അപ്പോൾ 7 സെൻറ്റിമീറ്റർ. ഇനി പട്ടിക പൂരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. ഇവിടെ മില്ലിമീറ്റർ 10 ആണ്. നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 40 ആയിരിക്കും അല്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 0 കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 40 മില്ലിമീറ്റർ ആയിരിക്കും. ഇനി 70 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആയിരിക്കും? എന്ത് ചെയ്താൽ 9ൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 90 ആവും. 90 മില്ലിമീറ്റർ ആണ് 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി 100 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? എത്രയായി? ഒബ്വിയസ്ലി 10 ആയിരിക്കും അല്ലേ? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇത്ര മാത്രമുള്ളൂ. 10 സെൻറ്റിമീറ്റർ എന്ന് മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് പെൻസിലിൻ്റെ നീളമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പെൻസിലിന് 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ നീളമുണ്ട്. ഒരു ബോയാണ്, ആൺകുട്ടിയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഗേള് പറയാണ് 57 മില്ലിമീറ്റർ എന്ന് പറയാണ്. കാരണം 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്തായി? 50 മില്ലിമീറ്റർ ആയി അല്ലേ? അതിൻ്റെ കൂടെ 7 മില്ലിമീറ്ററും കൂടെ കൂട്ടുമ്പോൾ 50 + 7 57 എന്നായിട്ട് മാറി. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50 മില്ലിമീറ്റർ ആണ്. ഇനി നിങ്ങളുടെ പെൻസിലിൻ്റെയും കൂട്ടുകാരുടെ പെൻസിലിൻ്റെയും നീളം അളന്ന് പട്ടികയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 3 കൂട്ടുകാരെ എടുക്കുക, അവരുടെ പേര് എഴുതുക. പെൻസിലിൻ്റെ നീളം നിങ്ങളൊന്ന് ജസ്റ്റ് ഊഹിച്ചിട്ട് ആദ്യം എഴുതുക, എന്നിട്ട് അളന്നിട്ട് ശരിയായ അളവും എഴുതി കൊടുക്കുക. ഓക്കെ, അതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കണക്കാക്കി എഴുതാം എന്നുള്ളതാണ്. 1 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ. അതിനെങ്ങനെ എഴുതാം? നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണല്ലേ? പ്ലസ് എന്താണ്? 8 മില്ലിലിറ്റർ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10ഉം 8ഉം 18 മില്ലിലിറ്റർ. ഇനി 5 സെൻറ്റിമീറ്റർ, അതിന് നമുക്ക് എന്ത് എഴുതാം? 50 മില്ലിലിറ്റർ എന്ന് എഴുതാം അല്ലേ? 5 എന്ന് പറയുന്നത് 50 മില്ലിലിറ്റർ ആണ്, മില്ലിമീറ്റർ ആണ്. പ്ലസ് എന്താണ്? 8 മില്ലിമീറ്റർ. പ്ലസ് 8 മില്ലിമീറ്റർ. അപ്പോൾ എത്രയായി? 50ഉം 8ഉം 58 ആയി അല്ലേ? 58 മില്ലിമീറ്റർ എന്നായിട്ട് മാറി. ഇനി അടുത്തത് 24 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 20 മില്ലിമീറ്റർ ആയിരിക്കും ആദ്യം ഉള്ളത് അല്ലേ? അപ്പോൾ 20 മില്ലിമീറ്റർ പ്ലസ് എന്തുണ്ട്? 4 മില്ലിമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 20 എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? 2 സെൻറ്റിമീറ്റർ പ്ലസ് എന്ത്? അതിൻ്റെ കൂടെ എന്ത് കൂടി ഉണ്ട്? 4 മില്ലിലിറ്ററും കൂടെ ഉണ്ട്, മില്ലിമീറ്ററും കൂടെ ഉണ്ട്. മില്ലിമീറ്റർ. അടുത്തത് നോക്കൂ, 30 മില്ലിമീറ്റർ. അപ്പോൾ അതെന്തായി? 3 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. അതിൻ്റെ കൂടെ എന്തുണ്ട്? 6 മില്ലിമീറ്ററും കൂടെ ഉണ്ട് അല്ലേ? 6 മില്ലിമീറ്റർ.
അപ്പോൾ ഇത് 30ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 36 മില്ലിമീറ്റർ ആയിട്ട് മാറി. 36 മില്ലിമീറ്റർ. ഓക്കെ. ഇനി ചെറിയ നീളം എന്നാണ് പറയുന്നത്. 1 സെൻറ്റിമീറ്ററിനേക്കാൾ നീളം കുറവുള്ളത് എന്തെല്ലാം? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ മുതൽ ഇതുവരെയാണല്ലേ. അതിനേക്കാൾ നീളം കുറഞ്ഞ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒന്ന് എഴുതിയിട്ടുണ്ട്, എന്താണ്? സ്ക്രൂ അങ്ങനെയാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അരി ഇത്ര ചെറുതല്ലേ, അപ്പം അരി എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ മുത്ത്, നമ്മൾ കളിക്കാനൊക്കെ എടുക്കല്ലേ, മാലമുത്തൊക്കെ അല്ലേ, അതും അത്രയും ചെറുതാണ്. അതുപോലെ തന്നെ നട്ടും ബോൾട്ടും ഇല്ലേ, അതൊക്കെ എന്താണ്? അത്രയും ചെറുതാണ് അല്ലേ. അപ്പോൾ അതും നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് പട്ടിക പൂർത്തിയാക്കുക എന്ന പ്രവർത്തനമാണ്. നമുക്കത് നോക്കാം. മികവുത്സവത്തിൽ വസ്തുക്കളുടെ നീളം കണക്കാക്കുകയാണ് സാനുവിൻ്റെ കൂട്ടുകാർ. പട്ടിക പൂർത്തിയാക്കാൻ സഹായിക്കും. ഇവിടെ റാണി ചിന്നു, അവളുടെ റിബൺ ആണ് വസ്തു. 16 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണുള്ളത്. അപ്പോൾ എത്രയായി? 16 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായി? 16ൻ്റെ കൂടെ 16 × 10 ചെയ്യണം അല്ലേ. 16 × 10 എത്രയായി? 160 എന്ന് കിട്ടും. പ്ലസ് 5 അപ്പോൾ എത്രയായി? 165. അപ്പോൾ ആകെ 165 മില്ലിമീറ്റർ ആണ്. ഇനി അടുത്തത് ടീനു ആൻഡ് അപ്പു ആണ്. ചണനൂലിന് 256 മില്ലിമീറ്റർ ആണ് ആകെ ഉള്ളത്. ഈ 6നെ നമുക്ക് എന്ത് ചെയ്യാം? 6നെ നമുക്ക് ആദ്യം തന്നെ മില്ലിമീറ്ററിൽ എഴുതി കൊടുക്കാം. 6 മില്ലിമീറ്റർ. പിന്നെ ഉള്ളത് എന്താണ്? 25 അല്ലെ, അഥവാ 250 ആണ്. അപ്പോൾ 250 എന്ന് പറയുമ്പോൾ അതിന് 0 കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 25. അപ്പോൾ 25 സെൻറ്റിമീറ്ററുമാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് നോക്കൂ. മനു കനിയാണ്. വർണ്ണക്കടലാസ് 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 24 നമ്മൾ എന്ത് ചെയ്യുക? 24 × 10 ചെയ്ത് നോക്കുക. 24 × 10 എന്ന് പറയുന്നത് 240. അപ്പോൾ 240 മില്ലിമീറ്റർ ആയിട്ട് മാറും. മില്ലിമീറ്റർ. അടുത്തത് സാക്ഷി ആൻഡ് ശ്രേയയാണ്. കട്ടിയുള്ള നൂലായിരുന്നു. 140 മില്ലിമീറ്റർ ആണ്. 140ൽ വേറെ സംഖ്യയൊന്നുമില്ല. 140 എന്ന് പറയുന്നത് റൗണ്ട് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ 0 കളയുക. അപ്പോൾ എത്രയായി? 14. അപ്പോൾ 14 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടായിരിക്കുക. കൂട്ടുകാരെ നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലാണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. 128ാമത്തെ പേജ് ഈർക്കിൽ ചതുരമാണ്. അപ്പോൾ ഈർക്കിൽ ഉപയോഗിച്ച് ടീനു 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ വശമുള്ള ഒരു സമചതുരം ഉണ്ടാക്കുകയാണ്. ഓക്കെ, സമചതുരമാണ് ഉണ്ടാക്കുന്നത്. 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. സമചതുരം നമുക്കറിയാം എന്താണ്? 4 ഭാഗങ്ങളും തുല്യമായിരിക്കും. ഇതൊരു സമചതുരമാണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്താണ്? 9 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ എന്താണ്? 5 മില്ലിമീറ്ററും ആയിരിക്കും. അപ്പോൾ എല്ലാ വശവും ഈ വശവും എല്ലാം സെയിം ആയിരിക്കും. ഈ ഈർക്കൽ കഷ്ണത്തിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണല്ലോ. 4 ഈർക്കൽ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 × 9 അല്ലേ, 4 വശങ്ങളാണുള്ളത്. അപ്പോൾ 9നെ 4 × 9 ചെയ്യാം. 36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മില്ലിമീറ്റർ എത്രയാണ്? 5 ആണല്ലേ. അപ്പോൾ 4 × 5 ചെയ്യുക. അപ്പോൾ 20 മില്ലിമീറ്റർ എന്ന് കിട്ടും. 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ ആണല്ലേ. 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 4 ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം 36 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. പ്ലസ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 36ഉം പ്ലസ് 2 എത്രയായി? 38 ആയി അല്ലേ. 38 സെൻറ്റിമീറ്റർ എന്നായിട്ട് മാറി. ഇനി ഇങ്ങനെയും എഴുതാം. ഈ ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. അപ്പോൾ ഈർക്കിൽ കഷ്ണത്തിൻ്റെ നീളം 4 × 9 സെൻറ്റിമീറ്റർ പ്ലസ് 5 മില്ലിമീറ്റർ. അതോ 4 × 9 എത്രയാണ്? 90 × 5 അല്ല പ്ലസ് 5 95. അപ്പോൾ എത്രയായി? 4 × 95 മില്ലിമീറ്റർ ആയി. അപ്പോൾ 4 × 95 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. 95 × 4 5 4 20, ബാക്കി 2, 9 × 4 36, 36 2 38. എത്ര കിട്ടും? 380 മില്ലിമീറ്റർ എന്ന് കിട്ടും അല്ലേ.
380. ഇനി ഇതിന് സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 0 കളഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ എത്രയായി? 38 സെൻറ്റിമീറ്റർ എന്നായി. അപ്പോൾ 38 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഈർക്കിളിൻ്റെ ആകെ നീളത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. സാക്ഷി 4 ഈർക്കിൾ കഷ്ണം ഉപയോഗിച്ച് ചതുരം ഉണ്ടാക്കുകയാണ്. സമചതുരം എന്ന് പറഞ്ഞിട്ടില്ല, ചതുരമാണ് ഉണ്ടാക്കുന്നത്. 2 കഷ്ണങ്ങളുടെ ആകെ നീളം 20 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും മറ്റ് 2 കഷ്ണങ്ങളുടെ നീളം 16 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്ററുമാണ്. ഈർക്കിൾ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? നീളം കണക്കാക്കാൻ സാക്ഷിയെ സഹായിക്കൂ. കണക്കാക്കിയ രീതി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകെ നീളമാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ആകെ നീളം എന്ന് എഴുതി കൊടുക്കുക. ആകെ നീളം എത്രയാണ്? 20 സെൻറ്റിമീറ്ററും പിന്നെ 4 മില്ലിമീറ്ററും പ്ലസ് എന്തുണ്ട്? പ്ലസ് 16 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ 6 മില്ലിമീറ്റർ, പിന്നെ ഉള്ളത് അത്രയുമാണുള്ളത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക. 20ഉം 16 എത്രയായി? 36 ആയി അല്ലേ. അപ്പോൾ 36 സെൻറ്റിമീറ്റർ ആയി. 4ഉം 6ഉം കൂടെ 10 ആയി അല്ലേ. 10 മില്ലിമീറ്ററും കൂടെ ആയി. ഇനി ഇതെന്ത് ചെയ്യണം? 36ഉം ഈ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 36 + 1 ആയി അല്ലേ. അപ്പോൾ എത്രയായി? 37 സെൻറ്റിമീറ്റർ ആയി. 37 സെൻറ്റിമീറ്റർ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയല്ലോ. ക്ലിയർ അല്ലേ? അടുത്തത് ആകെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഒരു പെൻസിലിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ്. 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും. മറ്റൊരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ്. രണ്ടിനും കൂടി ആകെ എത്ര നീളമുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കണക്കാക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി? 7 സെൻറ്റിമീറ്റർ 7ഉം അതുപോലെ തന്നെ എന്താണ് 8 മില്ലിമീറ്ററുമാണല്ലേ. പ്ലസ് എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ്. ഇതിങ്ങനെ കണക്കാക്കാൻ വേണ്ടി പറ്റും. 7ഉം 5ഉം എത്രയായി? 12 ആയി അല്ലേ. 12 ആയി. 8ഉം 3ഉം എത്രയായി? 11 ആയി. അപ്പോൾ നമുക്കറിയാം ഇവിടെ 11 എന്ന് പറയുന്നത് ഇതെന്താണ്? മില്ലിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 10 ആയിട്ട് മാറും. 10 ആവുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടും. അപ്പോൾ 12 എന്താവും? 13 ആവും. പ്ലസ് എന്താണ്? 1 മില്ലിമീറ്ററും ആവും. അപ്പോൾ 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററുമാണ്. ഇതാണ് ആൻസർ. ഇനി ഇതെങ്ങനെയാണ് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 13 സെൻറ്റിമീറ്ററും പിന്നെ എന്ത് കിട്ടും? 1 മില്ലിമീറ്ററും കിട്ടും. ഇത് നോക്കി നോക്കൂ നിങ്ങൾ. ഇതാണ് ആദ്യത്തെ പെൻസിൽ, ഇത് രണ്ടാമത്തെ പെൻസിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത്രയും വലിയ പെൻസിലായില്ലേ. ഇത്രയും വലിയ പെൻസിൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ 13 എന്നുള്ളത് കിട്ടും. അഥവാ 13 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി? 130 മില്ലിലിറ്റർ ആണല്ലേ. അതുപോലെ 1 മില്ലിലിറ്റർ പ്ലസ് അപ്പോൾ 131 മില്ലിമീറ്റർ എന്നുള്ളത് കിട്ടും. ഇനി ഇവിടെ കണക്കാക്കിയ രീതിയാണ് ഇവിടെ പറയുന്നത്. 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. 7ഉം 5ഉം കൂടെ കൂട്ടും 12 കിട്ടും. 8ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 11 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി 8 സെൻറ്റിമീറ്ററും പിന്നെന്താണ് ഈ 11-ലെ 1 സെൻറ്റിമീറ്ററും കൂടെ ഉണ്ട്. 10 കഴിഞ്ഞിട്ടല്ലേ 11. അപ്പോൾ 10-ലെ 1 സെൻറ്റിമീറ്റർ കിട്ടും. പിന്നെ ബാലൻസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററും. അപ്പോൾ 12ഉം 1ഉം കൂടെ കൂട്ടുക 13 കിട്ടും. പിന്നെ 1 മില്ലിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത രീതിയാണ് 11 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും. 11 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 70. ഈ 8 മില്ലിമീറ്റർ കൂടെ കൂട്ടുമ്പോൾ 70 + 8 78 എന്ന് കിട്ടും. 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50 മില്ലിമീറ്റർ പ്ലസ് 3 53 മില്ലിമീറ്റർ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 78ഉം 53ഉം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 131 മില്ലിമീറ്റർ എന്ന് കിട്ടും. 133 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 130 എന്ന് പറയുമ്പോൾ 13 സെൻറ്റിമീറ്റർ ആണല്ലേ. 13 സെൻറ്റിമീറ്റർ പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് എന്താണ്? 1 മില്ലിമീറ്ററും. അപ്പോൾ 13 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും എന്ന് കിട്ടും. ഇനി സെൻറ്റിമീറ്ററിനെ സെമി എന്നും മില്ലിമീറ്ററിനെ മിമി എന്നും എഴുതാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? ഫുൾ ഇങ്ങനെ സെൻറ്റിമീറ്റർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സെമി എന്നും മിമി എന്നും എഴുതിയാൽ മതി. അടുത്ത പേജ് നോക്കാം. 130ാമത്തെ പേജ് പൊട്ടിയ സ്കെയിലിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ സ്കെയിൽ പൊട്ടിപ്പോയി. 8 സെൻറ്റിമീറ്റർ
4 മില്ലിമീറ്റർ നീളമുള്ള കഷ്ണം എൻ്റെ കയ്യിലുണ്ടെന്നാണ് ഒരു കുട്ടി പറയുന്നത്. ബാക്കി എൻ്റെ കയ്യിലുണ്ടെന്നേ അടുത്ത ആളും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും കൂടി ചേർന്നാൽ 15 സെൻറ്റിമീറ്റർ ആകണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പൊട്ടിപ്പോയ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ഉള്ളത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും എന്തിൽ നിന്ന് കുറക്കണം? 14 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അഥവാ 15 അതിൽ നിന്നും കുറക്കണം. അപ്പോൾ നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 14 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററിൽ നിന്നും 8 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും കുറക്കാം. ഇത് എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1 മില്ലിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്, 1 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്നും മില്ലിമീറ്റർ ഒന്ന് ചെറുതാക്കിയാലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 14 സെൻറ്റിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ മാറ്റാം. 10 മില്ലിമീറ്ററും 4 മില്ലിമീറ്ററും കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് എഴുതാം. 1 14 പിന്നെ എത്രയാണ്? ഇവിടെ 10. ഓക്കെ, 14 10. ഇതിൽ നിന്ന് നമ്മൾ കുറക്കുന്നത് എന്താണ്? 8ഉം 4ഉമാണ് കുറക്കുന്നത്. ഓക്കെ, അപ്പോൾ 14 നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 6 കിട്ടും. 10ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. അഥവാ 6 സെൻറ്റിമീറ്ററും ഇതെന്താണ്? 6 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 14 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ, 8 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ. 14ൽ നിന്നും 8 കുറച്ചാൽ 6 കിട്ടും, 10ൽ നിന്നും 4 കുറച്ചാൽ 6 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? ഈ കുട്ടിയുടെ കയ്യിലുള്ളത് 6 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ്. അപ്പോഴാണ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 15 എന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഒരു രീതിയാണ്. ഇനി അടുത്ത രീതി താഴെ പറയുന്നുണ്ട്. എന്ത് ചെയ്യുക? 15 സെൻറ്റിമീറ്റർ മൈനസ് 8 സെൻറ്റിമീറ്റർ ചെയ്യുക. എത്ര കിട്ടും? 15 എന്ന് പറയുന്നത് നമുക്കറിയാം 150 ആണല്ലേ. 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 80. അപ്പോൾ ഈ 4ഉം കൂടെ കൂട്ടുമ്പോൾ 84 എന്ന് കിട്ടും. അപ്പോൾ 150 മില്ലിമീറ്ററിൽ നിന്നും 84 മില്ലിമീറ്റർ നമ്മൾ കുറക്കുക. എത്ര കിട്ടും? 150ൽ നിന്നും 84 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 66 കിട്ടും. അപ്പോൾ 66 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 60 എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ 6 സെൻറ്റിമീറ്ററും ബാക്കി 6 എന്ന് പറയുന്നത് 6 മില്ലിമീറ്ററും ആക്കുക. അപ്പോൾ 6 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സ്കൂൾ കായികമേളയാണ് അടുത്തത്. ചിന്നു അഭിനന്ദനങ്ങൾ. ലോങ് ജമ്പിൽ 1ാം സ്ഥാനം, മിടുക്കി എന്നാണ് ടീച്ചർ പറയുന്നത്. നന്ദി ടീച്ചർ, ഞാൻ എത്ര ദൂരമാണ് ചാടിയത് എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ചിന്നു ചാടിയ ദൂരമാണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ചാട്ടം എന്ന് പറയുന്നത് 1 മീറ്ററും 96 സെൻറ്റിമീറ്ററും ആയിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? മീറ്ററാണ് കേട്ടോ. മീറ്ററും സെൻറ്റിമീറ്ററും എഴുതണേ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എന്താണ്? മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സെൻറ്റിമീറ്റർ, പിന്നെയുള്ളതാണ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ചാടിയത് 1 മീറ്ററും 96 സെൻറ്റിമീറ്ററും ആയിരുന്നു. രണ്ടാമത് ചാടിയപ്പോൾ 2 മീറ്ററും 17 സെൻറ്റിമീറ്ററും ആയി. മൂന്നാമത് ചാടിയപ്പോൾ അത് 2 മീറ്ററും 46 സെൻറ്റിമീറ്ററും ആയി. ചിന്നു ചാടിയതിൽ ഏറ്റവും കൂടിയ ദൂരം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? ഏതാണ്? ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ 2 മീറ്ററും 46 സെൻറ്റിമീറ്ററും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തെഴുതാ? മൂന്നാമത്തെ ഓപ്ഷനാണ് 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ. ഇനി ആദ്യ ചാട്ടത്തേക്കാൾ എത്ര ദൂരം കൂടുതലാണ് 3ാം തവണ ചാടിയത് എന്നാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ആദ്യ ചാട്ടം എത്രയായിരുന്നു? ആദ്യം ചാടിയത് 1 മീറ്ററും 96 സെൻറ്റിമീറ്ററും ആയിരുന്നു അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ നമ്മളടുത്ത് പറയുന്നുണ്ട്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ കൂടിയ ചാട്ടം എന്ന് പറയുന്നത് 2 മീറ്റർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആദ്യം മാറ്റി നോക്കാം. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2 × 100 200 അല്ലേ? 200 + 46 സെൻറ്റിമീറ്ററും ആവും. അതിൻ്റെ കൂടെ എന്താണ് മൈനസ് ചെയ്യേണ്ടത്? നമ്മൾ മൈനസ് ചെയ്യേണ്ട ദൂരം ഇതെല്ലാം നമുക്ക് സെൻറ്റിമീറ്ററിൽ എഴുതി കൊടുക്കാം അല്ലേ? അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് കൂടിയ ദൂരം എന്ന് പറയുന്നത് 2 മീറ്ററും അതുപോലെ തന്നെ 46 സെൻറ്റിമീറ്ററും ആയിരുന്നു. അതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഏറ്റവും കുറവായിട്ടുള്ള ചാട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ചാട്ടം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? 1 മീറ്ററും
അതുപോലെ തന്നെ 96 സെൻറ്റിമീറ്ററും ആയിരുന്നു. ഇനി നമുക്ക് ഇതിനെ മൊത്തം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുന്നത് എത്രയായി? 200 ആയി അല്ലേ? 200 + 46 എത്രയായി? 246 സെൻറ്റിമീറ്റർ ആയി. അതിൽ നിന്നും 1 മീറ്റർ എന്ന് പറയുന്നത് 100 + 96 196 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 246 - 196 എത്ര കിട്ടും? 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഇനി ഇവിടെ 4 4 നിന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കും 14. 14 നിന്നും 9 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 5. ഇവിടെ രണ്ടിടത്തും 1 അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും? 50 കിട്ടും അല്ലേ? അപ്പോൾ 50 എന്താണ്? 50 സെൻറ്റിമീറ്റർ ആണ്. 50 സെൻറ്റിമീറ്റർ. ഈ 50 നമുക്ക് മീറ്ററിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്ത് വേണം? 100എങ്കിലും വേണം, എന്നാലേ നമുക്ക് മീറ്ററിൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ചാട്ടത്തേക്കാൾ എത്ര കൂടുതലാണ് മൂന്നാം തവണ ചാടിയത്? അപ്പോൾ മൂന്നാമത്തെ തവണ നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്രയാണ്? 246 സെൻറ്റിമീറ്റർ ആണല്ലേ? അപ്പോൾ 246 സെൻറ്റിമീറ്റർ മൈനസ് രണ്ടാമത് ചാടിയത് എത്രയാണ്? 2 മീറ്ററും 17 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 സെൻറ്റിമീറ്റർ + 17 217 സെൻറ്റിമീറ്റർ. ഇത് മൈനസ് ചെയ്യുക. 246 - 217 എത്ര കിട്ടും? 6 നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ 16 ആവും, ഇവിടെ 3 ആവും. 16 നിന്നും 7 മൈനസ് ചെയ്താൽ 9 കിട്ടും. ഇനി 3 നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2 കിട്ടും. ഇവിടെ 2ഉം 2 ആണ്, അപ്പോൾ 0 ആണ്. അപ്പോൾ എത്രയാണ്? 29 സെൻറ്റിമീറ്റർ ആണ് കൂടുതൽ ചാടിയിട്ടുള്ളത്. 29 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. അടുത്ത പേജിൽ എന്ന് പറയുന്നത് ഓട്ട മത്സരമാണ്. ഓട്ട മത്സരത്തിൽ എൻ്റെ ചേട്ടൻ 3 റൗണ്ട് കഴിഞ്ഞു. ഒരു റൗണ്ട് 400 മീറ്റർ ആണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഒരു റൗണ്ട് എത്രയാണ്? 400 മീറ്റർ. അപ്പോൾ 1200 മീറ്റർ ഓടിയല്ലോ. 4 റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ 4 റൗണ്ട് കഴിഞ്ഞു എങ്കിൽ അവിടെ എന്താണ്? 4 × 400 മീറ്റർ ആണ് ആദ്യം ഓടിയത് അല്ലേ? അപ്പോൾ 400 × 4 എത്രയാണ്? 4 റൗണ്ട് അല്ലല്ലേ, 3 റൗണ്ടാണ്. അപ്പോൾ ഇവിടെ 400 × 3 4 × 3 എത്രയാണ്? 12. 2 0 ഇട്ട് കൊടുക്കുക, 1200. അപ്പോൾ കുട്ടി പറഞ്ഞ കാര്യം ശരിയാണല്ലേ? ഇനി 3000 മീറ്റർ ആകാൻ ചിന്നുവിൻ്റെ ചേട്ടൻ ഇനി എത്ര ദൂരം ഓടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3000 മീറ്റർ ആണ് വേണ്ടത് അല്ലേ? ഒരു കാര്യം നമ്മളടുത്ത് ഇവിടെ പറയുന്നുണ്ട്, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. പക്ഷെ നമുക്കിവിടെ 3000 മീറ്റർ ആണ് കാണേണ്ടത്. അപ്പോൾ ചിന്നുവിൻ്റെ ചേട്ടൻ ഇനി എത്ര ദൂരം ഓടണം എന്നുള്ളത് നമുക്ക് ആദ്യം കണക്കാക്കി നോക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3000 മീറ്റർ ഇനി ആകെ 1200 ഓടിയിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര മീറ്റർ ആണ് ഇനി ഓടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആകെ വേണ്ടത് എത്രയാണ്? 3000 ആണ്. 3000ത്തിൽ നിന്നും ഇപ്പോൾ ഓടിയിട്ടുള്ള 1200 നമ്മൾ മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 3000ത്തിൽ നിന്നും 1200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1800 എന്ന് കിട്ടും. അപ്പോൾ 1800 മീറ്റർ ആണ് ഇനി ചിന്നുവിൻ്റെ ചേട്ടൻ ഓടേണ്ടത്. 1200 മീറ്റർ. ഇനി 3000 മീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ എന്ന് പറയുന്നത് അഥവാ 1 മീറ്റർ അല്ല, 1000 മീറ്റർ ഓടുമ്പോഴാണ് നമുക്ക് 1 കിലോമീറ്റർ കിട്ടുന്നത് അല്ലേ? 1 കിലോമീറ്റർ കിട്ടുന്നത്. അപ്പോൾ 3000 മീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. ഓക്കെ, ഇനി താഴെ നമ്മളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ്. 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയായി? 50 സെൻറ്റിമീറ്റർ ആയി. 1/4 മീറ്റർ എന്ന് പറയുമ്പോൾ 25 സെൻറ്റിമീറ്റർ. 3/4 മീറ്റർ എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ. ഇനി 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1/2 കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ 500 മീറ്റർ ആണ്. ഇതിൻ്റെ പകുതിയാണ്. 1/4 മീറ്റർ എന്ന് പറയുന്നത് 250 മീറ്റർ ആണ്. 3/4 കിലോമീറ്റർ എന്ന് പറയുന്നത് 750 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് താഴെയുള്ളതും കൂടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് 1.5 മീറ്റർ ആണല്ലേ? അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിലാണ് എഴുതേണ്ടത്. അപ്പോൾ 100ഉം 1/2 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ 100ഉം 50ഉം എത്രയായി? 150 ആയല്ലേ? അപ്പോൾ അവിടെ 150 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 5.25 മീറ്റർ ആണ്. 5 മീറ്റർ എന്ന് പറയുന്നത് എത്രയായി? 500 സെൻറ്റിമീറ്റർ ആയി. ഇനി 3/4 എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണല്ലേ? അപ്പോൾ 500 + 75 575 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 575 എന്ന് എഴുതാം.
ഇനി 6.5 മീറ്ററാണ്. 6 മീറ്റർ എന്ന് പറയുന്നത് 600 അല്ലേ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 ആയതുകൊണ്ട് 6.5 മീറ്റർ. 6 × 100 600. അര എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ 600 + 50 650 സെൻറ്റിമീറ്റർ. ഇനി 2.25 മീറ്റർ ആണ്. 2 മീറ്റർ എന്ന് പറയുന്നത് 200 ആണ്. കാൽ എന്ന് പറയുന്നത് എത്രയാണ്? 250 ആണ് അല്ലേ. 1/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 250 ആണ്. അപ്പോൾ ഇവിടെ 2.25 എന്ന് പറയുന്നതോ ഇവിടെ 25 ആയിരിക്കും. അപ്പോൾ 200 + 25 ഇവിടെ പറയുന്നുണ്ട് 25 സെൻറ്റിമീറ്റർ. 200 + 25 225. അപ്പോൾ 225 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാം നമുക്ക് സ്കൂളിലേക്ക്. മികവുത്സവം കഴിഞ്ഞ് ചിന്നു അച്ഛനോടൊപ്പം വീട്ടിലേക്ക് പോയി. അച്ഛാ, നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര ദൂരമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 3.5 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അച്ഛൻ പറയാണ് 3.5 കിലോമീറ്റർ. 3 കിലോമീറ്റർ 500 മീറ്ററും ആണ്. 3.5 എന്ന് പറയുന്നത് എന്താണ്? 3 കിലോമീറ്ററും അതുപോലെ അരയും ഉണ്ട് അല്ലേ. 3.5 എന്ന് പറയുന്നത് 3.5 പറഞ്ഞാൽ 3 + അരയാണ് അല്ലേ. 3 + അര. അപ്പോൾ 3 എന്താണ്? 3 കിലോമീറ്ററും അര എന്ന് പറയുന്നത് 500 മീറ്ററുമാണ്. ഇനി ചിന്നുവിൻ്റെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം മീറ്ററിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എത്രയായി? ഇവിടെ 3 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3 × 1000 3000 ആയി അല്ലേ. അപ്പോൾ 3000 + അര എന്ന് പറയുന്നത് 500. അപ്പോൾ എത്രയായി? 3500 മീറ്ററായി. 3500 മീറ്റർ. ഇനി ചിന്നുവിൻ്റെ കൂട്ടുകാരും സ്കൂളും തമ്മിലുള്ള ദൂരം വിട്ടുപോയ അളവുകൾ പൂരിപ്പിക്കാനാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് പൂരിപ്പിച്ച് നോക്കാം. ഇവിടെ പേര് പറയുന്നുണ്ട് മിന്നു. ദൂരം മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. 2500 മീറ്ററാണ് എന്താണ് സ്കൂളും വീടും തമ്മിലുള്ള മിന്നുവിൻ്റെ ദൂരം. അപ്പോൾ ദൂരം കിലോമീറ്ററിലും മീറ്ററിലും എഴുതണം. നമുക്കറിയാം 2500 എന്ന് പറയുമ്പോൾ ഈ 2000 അല്ലേ. 2000 എന്തായിട്ട് മാറി? കിലോമീറ്റർ ആയി. അപ്പോൾ 2 കിലോമീറ്ററും പിന്നെന്താണ് 500 മീറ്ററുമാണ് ഉള്ളത്. ആരതി 5245 ആണ്. അപ്പോൾ അവിടെ 5000 ആ 5ന് നമ്മൾ എന്ത് ചെയ്യുക? കിലോമീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ എന്ത് കിട്ടും? 5 കിലോമീറ്റർ എന്നുള്ളത് കിട്ടും അല്ലേ. 5 കിലോമീറ്റർ. പിന്നെന്തുണ്ട്? 245 ഉണ്ട് അല്ലേ. അപ്പോൾ 245 എന്ന് പറയുന്നത് എന്തായി? മീറ്ററായി അല്ലേ. 245 മീറ്ററും ഉണ്ട്. ഇനി സി ആണ്. സിക്ക് 3 കിലോമീറ്ററും 800 മീറ്ററുമാണ്. അപ്പം 3 കിലോമീറ്റർ എന്നുള്ളതിന് നമുക്ക് ആദ്യം എഴുതാം 3000ലേക്ക് മാറും. പിന്നെ 800 ആണുള്ളത്. അപ്പോൾ 3800 മീറ്റർ എന്നായിട്ട് മാറും. ഇനി അടുത്തത് ആൽബിനാണുള്ളത്. ആൽബിന് 4.5 കിലോമീറ്റർ ആണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ എന്തായി? 4000 ആയല്ലേ. അര എന്ന് പറയുമ്പോൾ 500. അപ്പോൾ 4000 + 500 എന്ന് പറയുന്നത് 4500 മീറ്റർ. ഓക്കെ, 4500 മീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. സൈക്കിൾ യാത്രയെ കുറിച്ചിട്ടാണ് അടുത്ത പേജിൽ പറയുന്നത്. മനു സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും സഞ്ചരിച്ച ദൂരം എത്രയാണ്? പട്ടിക നോക്കി കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, സ്കൂളിലേക്ക് പോയിട്ടുള്ളത് എത്രയാണ്? 2500 മീറ്ററാണ്. ഓക്കെ, 2500 മീറ്റർ. സ്കൂളിൽ നിന്ന് തിരിച്ചും വരണ്ടേ. അപ്പോൾ എത്രയായി? 2500 വീണ്ടുമായി അല്ലേ. അപ്പോൾ 2500 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5000 കിട്ടും അല്ലേ. അപ്പോൾ 5000 മീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്? നമുക്കറിയാം 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 5000 മീറ്റർ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ഇനി ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. 2.5 കിലോമീറ്റർ + 2.5 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2500 മീറ്റർ എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 2.5 + 2.5 എത്രയാണ്? 2 കിലോമീറ്റർ + 500 മീറ്റർ. അപ്പോൾ 2 കിലോമീറ്റർ 500 മീറ്റർ എത്രയായി? 4 കിലോമീറ്റർ + 1000 മീറ്റർ ആയി അല്ലേ. അപ്പോൾ 4 കിലോമീറ്ററും അതുപോലെ തന്നെ ഈ 500 കൂടെ കൂട്ടിയിട്ടുള്ള 1000 മീറ്ററും. അപ്പോൾ 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അപ്പോൾ 4 + 1 എന്ന് പറയുന്നത് 5 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 2500 മീറ്റർ എന്നത് 2.5 കിലോമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മാത്രമല്ല മീറ്ററിനെ നമുക്ക് എന്ത് എഴുതാം? മീ എന്നും കിലോമീറ്ററിനെ നമുക്ക് കിമി എന്നും ചുരുക്കി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി താഴെ ചോദിച്ചിട്ടുണ്ട്
സിയ സ്കൂളിൽ പോയി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പോൾ നിങ്ങൾ ആ ടേബിൾ നോക്കുക, അതിൻ്റെ മുന്നേയുള്ള പേജിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സിയ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 3 കിലോമീറ്ററും 800 മീറ്ററുമാണ്. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. എന്തെഴുതാം? 3 കിമി പ്ലസ് എന്താണ് 800 മീറ്റർ. അപ്പോൾ ഇത് അങ്ങോട്ട് പോയ ദൂരമല്ലേ, അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു അല്ലേ. അപ്പോൾ വീണ്ടും എന്തായി? 3 കിലോമീറ്ററും 800 മീറ്ററും വീണ്ടും സഞ്ചരിച്ചില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം അല്ലേ. അപ്പോൾ എന്തായി? ഇവിടെ 3 കൂടെ കൂട്ടുമ്പോൾ 6 കിലോമീറ്റർ ആയി. 6 കിലോമീറ്റർ പ്ലസ് എന്തായി? 800 കൂടെ കൂട്ടുമ്പോൾ 1600 മീറ്ററും ആയി. ഇനി നമുക്കറിയാം 1600 എന്ന് പറയുന്നത് 1000 ആകുമ്പോൾ അവിടെ 1 കിലോമീറ്റർ ആവും അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് എന്തെഴുതാം? ഇതിനെ ഒന്നും കൂടെ ചുരുക്കി എഴുതാൻ വേണ്ടി പറ്റും. 6 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ പ്ലസ് എന്തുണ്ട്? 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉള്ളത് 600 മീറ്റർ. അപ്പോൾ ശരിക്കും 6 + 1 എന്ന് പറയുന്നത് എന്തായി? 7 കിലോമീറ്റർ ആയി അല്ലേ. 7 കിലോമീറ്ററും 600 മീറ്ററും ആയി. അപ്പോൾ അത്രയും ദൂരമാണ് നമ്മുടെ സിയ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ കിലോമീറ്ററിലും മീറ്ററിലും എഴുതാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി ഇങ്ങനെയും പറയാം, അഥവാ 3.25 കിലോമീറ്റർ, 3 കിലോമീറ്ററും 250 മീറ്ററും. 4.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്ററും 500 മീറ്ററും. 5.25 എന്ന് പറയുന്നത് 5 കിലോമീറ്ററും 750 മീറ്ററും. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെയും പറയാൻ വേണ്ടി പറ്റും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം. അടുത്തത് പഠനയാത്രയാണല്ലേ. ഇവിടെ ചിന്നുവും കൂട്ടുകാരും സ്കൂളിൽ നിന്നും മൃഗശാലയിലേക്ക് പഠനയാത്ര പോവുകയാണ്. അപ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, ഇനി എത്ര ദൂരം കൂടി പോകണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 17 കിലോമീറ്ററും 260 മീറ്ററും ഓടി. മൃഗശാലയിലേക്ക് സ്കൂളിൽ നിന്നും 24.5 കിലോമീറ്റർ ദൂരം ഉണ്ട്. ചിന്നുവും കൂട്ടുകാർക്കും മൃഗശാലയിലെത്താൻ ഇനി എത്ര ദൂരം പോകണം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആകെയുള്ളത് എത്രയാണ്? സ്കൂളിൽ നിന്നും പോകേണ്ടത് 24.5 കിലോമീറ്റർ ആണല്ലേ. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. 24.5 കിലോമീറ്റർ. കിലോമീറ്റർ. അതിൽ നിന്നും ഇപ്പോൾ പോയിട്ടുള്ളത് എത്രയാണ്? 17 കിലോമീറ്ററും അതുപോലെ തന്നെ 260 മീറ്ററുമാണല്ലേ. 260 മീറ്ററും. അപ്പോൾ 24 കിലോമീറ്റർ, 24 കിമി 24.5 അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്? 500 കൂടെ ഉണ്ട് അല്ലേ. 500 മീറ്ററും കൂടെ ആകുമ്പോഴല്ലേ 24.5 ആവുള്ളൂ. അപ്പോൾ 24 കിമി 500 മീറ്റർ. അതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 17 കിലോമീറ്ററും 260 മീറ്ററും നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 24 നിന്നും 17 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കൂ. 24 മൈനസ് 17. 4 നിന്നും 7 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കടമെടുക്കണം. ഇവിടെ 14 ആയി. 14 നിന്നും 7 മൈനസ് ചെയ്താൽ 7. അപ്പോൾ 7 കിലോമീറ്ററും പിന്നെന്താണ്? 500 നിന്നും 260 മൈനസ് ചെയ്ത് നോക്കൂ. 500 മൈനസ് 260 0. ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കും. ഇവിടെ 10 ആയിട്ട് മാറും. ഇവിടെ 4 ആവും. 10 നിന്നും 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 4 നിന്നും 2 മൈനസ് ചെയ്താൽ 2. അപ്പോൾ 240 മീറ്ററും കിട്ടും. ഓക്കെ, ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. 7 കിലോമീറ്ററും 240 മീറ്ററും ഇനിയും സഞ്ചരിക്കാനുണ്ട്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് പറയുന്നത് എന്താണ്? അടുത്തത് മൃഗശാലയും പാർക്കും ഒരേ വഴിയിലാണ്. സ്കൂളിൽ നിന്ന് പാർക്കിലേക്കുള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. മൃഗശാലയിൽ നിന്ന് പാർക്കിലേക്ക് എത്താൻ എത്ര ദൂരം യാത്ര ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സ്കൂളിൽ നിന്നും എന്ത് ചെയ്യണം? പാർക്കിലേക്ക് 30 കിലോമീറ്റർ ആണുള്ളത് അല്ലേ. അപ്പോൾ മൃഗശാലയിലേക്ക് എത്ര കിലോമീറ്റർ ആണുള്ളത്? 24.5 കിലോമീറ്റർ ആണ് അല്ലേ. 24,500 ഉള്ളത്. 24.5 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മൾ? ഈ 30 കിലോമീറ്ററിൽ നിന്നും 24.5 കിലോമീറ്റർ ഓൾറെഡി മൃഗശാലയിലെത്തും. പിന്നെ മൃഗശാലയിൽ നിന്നല്ലേ പോകണ്ടുള്ളൂ. അപ്പോൾ 30 കിലോമീറ്ററിൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? 24 കിലോമീറ്ററും
500 മീറ്ററും കുറക്കണം. ഓക്കെ, അത്രയും കുറക്കണം അല്ലേ. അപ്പോൾ 30-ൽ നിന്നും 24 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6 കിലോമീറ്ററും പിന്നെ എന്തുണ്ട്? 500 മീറ്ററുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. കെ ഫോണാണ്. പീലിക്കോട് പഞ്ചായത്ത് 3 സ്കൂളിൽ കെ ഫോൺ കണക്ഷൻ കൊടുക്കുന്നു. 20 കിലോമീറ്റർ ദൂരം കേബിൾ വലിക്കണം. പൊന്നുമല സ്കൂളിൽ നിന്ന് മിന്നിയാട് സ്കൂളിലേക്ക് 12 കിലോമീറ്റർ 673 മീറ്റർ ദൂരം കേബിൾ വലിച്ചു. 3ാമത്തെ സ്കൂളിലേക്ക് കണക്ഷൻ കൊടുക്കാൻ എത്ര ദൂരം കേബിൾ വലിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ 20 കിലോമീറ്റർ ദൂരം കേബിളാണ് വലിക്കേണ്ടത്. പൊന്നുമല സ്കൂളിൽ നിന്ന് മിന്നിയാട് സ്കൂളിലേക്ക് 12 കിലോമീറ്റർ 673 മീറ്ററാണ് ദൂരമുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ പറയുന്നുണ്ട് 3ാമത്തെ സ്കൂളിലേക്ക് കണക്ഷൻ എടുക്കണമെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കണക്കാക്കേണ്ടത്? ഇവിടെ ഒരു രീതി നോക്കൂ. 20 കിലോമീറ്റർ മൈനസ് എന്ത് ചെയ്യുക? 12 കിലോമീറ്ററും 673 മീറ്ററും നമ്മൾ കുറക്കുക. അപ്പോൾ 20-ൽ നിന്നും ആദ്യം എന്ത് ചെയ്യണം നമ്മൾ? 20 എന്ന് പറയുന്നത് 12 കിലോമീറ്ററും 1 കിലോമീറ്ററുമാണ് അല്ലേ. 20-ന് ഒന്നും കൂടി ലഘൂകരിച്ച് എഴുതിയിരിക്കുകയാണ്. 19 കിലോമീറ്ററും 1 കിലോമീറ്ററും. 19 ഒന്നും 20, അഥവാ 19 കിലോമീറ്റർ 1 കിലോമീറ്ററിൽ നിന്നും 12 കിലോമീറ്റർ 673 മീറ്റർ നമ്മൾ കുറക്കുക. അപ്പോൾ 12 കിലോമീറ്ററിൽ നിന്നും ആദ്യം എന്ത് ചെയ്യുക? ഈ 19-ൽ നിന്നും 12 നമ്മൾ കുറക്കുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 7 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് നമ്മൾ 673 മീറ്റർ എന്തിൽ നിന്നും കുറക്കണം? 1 കിലോമീറ്ററിൽ നിന്നും കുറക്കണം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. അപ്പോൾ 1000 മീറ്ററിൽ നിന്നും 673 കുറച്ചിട്ടുണ്ടെങ്കിൽ 327 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് നേരത്തെ ഉത്തരം കിട്ടിയത് എത്രയായിരുന്നു? 7 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 7 കിലോമീറ്ററും 327 മീറ്ററുമാണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. അതല്ലെങ്കിൽ താഴെ പറയുന്ന അടുത്ത രീതി നമുക്ക് നോക്കാം. 20 കിലോമീറ്റർ മൈനസ് 12 കിലോമീറ്റർ 673 മീറ്റർ. ഇവിടെ എന്ത് ചെയ്തു? 20 കിലോമീറ്ററിനെ മൊത്തം മീറ്ററിലേക്ക് മാറ്റി. എന്ത് ചെയ്താൽ മതി? 20-നെ 1000 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20-ന്റെ കൂടെ 3 0 കൂട്ടി കൊടുത്താൽ 20,000 എന്ന് കിട്ടും. അപ്പോൾ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് 20,000 മീറ്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 12 കിലോമീറ്ററും 673 മീറ്ററും ഇതേപോലെ തന്നെ മൊത്തം മീറ്ററിലേക്ക് മാറ്റുക. 12 എന്ന് പറയുന്നത് 12 × 1000 ചെയ്യുമ്പോൾ 12,000 കിട്ടും, പ്ലസ് 673. അപ്പോൾ 12,673 കിട്ടും അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2000-ൽ നിന്നും ഈ 12,673 നമ്മൾ കുറച്ചാൽ മതി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 7,327 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം 7000 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 7 കിലോമീറ്ററും ബാക്കിയുള്ള ഈ സംഖ്യ എന്ന് പറയുന്നത് മീറ്ററിലുമായിരിക്കും. 327 മീറ്ററുമായിരിക്കും. അപ്പോൾ ഈ ഉത്തരവും ശരിയാണ്. 2 രീതിയിൽ നമുക്കത് കണക്കാക്കാമെന്ന് മാത്രം. ഒന്ന് മൊത്തം മീറ്ററിലേക്ക് മാറ്റുക, മറ്റേത് എന്ത് ചെയ്യുക? ഒരെണ്ണം കുറച്ച് ആ കുറച്ചതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്താലും മതി. ഇനി റോഡ് ടാറിംഗ് ആണ് അടുത്തത്. ആരതിയുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡ് ടാർ ചെയ്യുകയാണ്. 9 കിലോമീറ്ററും 825 മീറ്ററുമാണ് ടാർ ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം 4 കിലോമീറ്ററും 300 മീറ്ററും ടാർ ചെയ്തു. ബാക്കി ദൂരം എത്രയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും 2 രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? 9 മീറ്ററും 9 മീറ്ററും 825 മീറ്ററും അതിനെ നമുക്ക് 4 മീറ്ററിൽ നിന്നും 300 മീറ്റർ എന്ന് എഴുതിയിട്ട് നമുക്ക് കുറക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ഇതിനെ മൊത്തം നമ്മൾ മീറ്ററിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ 9 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 9,000 ആയാലും 9,000 പ്ലസ് 825 9,825. 4 കിലോമീറ്ററും 300 മീറ്ററും. 4 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 4000 അല്ലേ. 4000 പ്ലസ് 300 4300. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കുറച്ച് നോക്കുക. അപ്പോൾ ആദ്യം ഇവിടെ 9,000 4000 കൂടെ കുറക്കുക, അപ്പോൾ 5000 കിട്ടും. പിന്നെയുള്ളത് 825 300 ആണ്. അത് രണ്ടും കൂടെ കുറക്കുമ്പോൾ 525 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. 5000 പ്ലസ് 525 എന്ന് പറയുമ്പോൾ 5525 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 5525 മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എത്ര കിലോമീറ്റർ വരുന്നുണ്ട്? 5000 അല്ലേ. അപ്പോൾ 5 കിലോമീറ്ററും ബാക്കിയുള്ള ഇതെന്ന് പറയുന്നത് മീറ്ററും 525 മീറ്ററും. ഇനി അടുത്തത് ചെയ്തിട്ടുള്ളത് ഈ 9 കിലോമീറ്ററും 825 മീറ്ററും രണ്ടും എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? 9ഉം 4ഉം കൂടെ ആദ്യം കുറച്ചു. അപ്പോൾ കിട്ടി 5 കിലോമീറ്റർ എന്ന് കിട്ടി. പിന്നെ എന്താ ഉള്ളത്? 825 300 അല്ലേ. അത് രണ്ടും കൂടെ കുറച്ചു, അപ്പോൾ 525 കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയായി?
ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം മികവുത്സവത്തിന് രക്ഷിതാക്കൾക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കുന്നു. ലിനിക്ക് കിട്ടിയ ചതുരക്കാർഡിൻ്റെ വശങ്ങളുടെ നീളം 16 സെൻറ്റിമീറ്റർ, 8 മില്ലിമീറ്ററും 9 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ ആണ്. കാർഡിന് ചുറ്റും കളർ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കാൻ ആവശ്യമായ പേപ്പറിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണ് എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ നമ്മൾ എഴുതുക 16 സെൻറ്റിമീറ്റർ. പിന്നെ എന്തുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 8 മില്ലിമീറ്ററും ഉണ്ട് അല്ലേ, 8 മില്ലിമീറ്റർ. പിന്നെ പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് നോക്കണം, രണ്ടാമത്തെ വശത്തിൻ്റെ നീളം നോക്കണം അല്ലേ. വശത്തിൻ്റെ നീളം എത്രയാണ്? ഒന്ന് 9 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും അല്ലേ. അപ്പോൾ എഴുതാം 9 സെമി, അതുപോലെ തന്നെ 2 മില്ലി. ഓക്കെ, 2 മില്ലിമീറ്ററും. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി പോരെ. അപ്പോൾ എത്ര കിട്ടും? 16ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 കിട്ടും അല്ലേ. 25 സെമി പ്ലസ് എന്ത് കിട്ടും? 8ഉം 2ഉം 10 മില്ലിമീറ്ററും കിട്ടും. ഇനി രണ്ട് വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? രണ്ട് വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയായിരിക്കും? 25 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആവും അല്ലേ. അപ്പോൾ ആകെ എത്രയാവും? 26 സെൻറ്റിമീറ്റർ ആകും. ഇനി നമുക്കറിയാം ഒരു പേപ്പർ എന്ന് പറയുന്നത് എത്ര വശങ്ങളാണുള്ളത്? ഈ വശവും ഈ വശവുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഈ രണ്ട് വശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഇതിനെ 2 കൊണ്ട് വീണ്ടും നമ്മൾ ഗുണിച്ചു നോക്കുക. അപ്പോൾ 4 വശങ്ങളുടെ നീളം ഈക്വൽ ടു എത്രയാണ്? 26 × 2 എത്ര കിട്ടും? 52 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 52 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ചിന്നുവിൻ്റെ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് ആദ്യ ആഴ്ച 6 കിലോമീറ്റർ 700 മീറ്ററും രണ്ടാമത്തെ ആഴ്ച 8 കിലോമീറ്റർ 300 മീറ്ററും പൈപ്പ് സ്ഥാപിച്ചു. ആകെ എത്ര ദൂരം പൈപ്പ് സ്ഥാപിച്ചു എന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് നോക്കണം ഇവിടെ? ഒന്നാമത്തെ ദിവസം എത്രയായിരുന്നു? അല്ല, ആദ്യത്തെ ആഴ്ച അല്ലേ. ആദ്യ ആഴ്ച രണ്ടാമത്തെ ഉത്തരമാണ്. ആദ്യ ആഴ്ച നിർമ്മിച്ചത് 6 കിലോമീറ്ററും 700 മീറ്ററും ആയിരുന്നു. അതിൻ്റെ കൂടെ രണ്ടാമത്തെ ആഴ്ചയല്ലേ, രണ്ടാമത്തെ ആഴ്ചയിലെ നമ്മൾ കൂട്ടി നോക്കണം. രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ എത്രയായി? അത് 8 കിലോമീറ്ററും അതുപോലെ 300 മീറ്ററും ആയി. അപ്പോൾ എത്രയായി? 6ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14 കിട്ടും അല്ലേ. 14 കിലോമീറ്ററും ഇനി 700ഉം 300ഉം കൂടെ കൂട്ടുമ്പോൾ 1000 മീറ്ററും കിട്ടും. ഓക്കെ, അപ്പോൾ 1000 മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? 1 കിലോമീറ്റർ കൂടിയല്ലേ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 കിലോമീറ്റർ ആയിരിക്കും. ടോട്ടൽ 15 കിലോമീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. രക്തദാനം മഹാദാനം സന്ദേശം പകരാൻ ചിന്നുവിൻ്റെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം NSS കുട്ടികൾ സൈക്കിൾ ജാഥ നടത്തി. 2 ദിവസങ്ങളിലായി 17 കിലോമീറ്റർ 200 മീറ്ററാണ് സഞ്ചരിച്ചത്. ആദ്യത്തെ ദിവസം 9 കിലോമീറ്റർ 300 മീറ്റർ സഞ്ചരിച്ചു. രണ്ടാമത്തെ ദിവസം എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആകെ ടോട്ടലാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആൻസർ നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ആകെ സഞ്ചരിച്ചത് 17 കിലോമീറ്ററും അതുപോലെ 200 മീറ്ററും ആണ്. അതിൽ നിന്നും ആദ്യത്തെ ദിവസം എത്ര സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്? 9 കിലോമീറ്ററും
300 മീറ്ററും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഇതാണ് കുറയ്ക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം ഒന്ന് 200ഉം ഒന്ന് 300ഉം ആണ്. അപ്പോൾ ചെറുതിൽ നിന്നും വലുത് കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 16 കിലോമീറ്ററിനെ നമുക്ക് ഒന്നും കൂടെ ലഘൂകരിച്ച് എന്തെഴുതാം, 16 കിലോമീറ്ററും. ഇനി ഇവിടെ ഒരെണ്ണം കുറച്ചില്ല, അപ്പോൾ അത് എത്രയാണ്, 1000 ഈ 200ഉം കൂടെ കൂട്ടുമ്പോൾ 1200 മീറ്ററും കിട്ടും. ഇനി അടുത്തത് എത്രയാണ്, 9 കിലോമീറ്ററും 300 മീറ്ററും ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് കുറക്കാം. 19ൽ നിന്നും എന്ത് കുറക്കണം, 19ൽ നിന്നും നമ്മൾ 19 അല്ലേ, 16ൽ നിന്നും 9 കുറച്ച് നോക്കുക. എത്ര കിട്ടും, 7 കിലോമീറ്റർ എന്ന് കിട്ടും. 7 കിലോമീറ്റർ. പിന്നെ 1200ൽ നിന്നും 300 കുറച്ച് കഴിഞ്ഞാൽ 900 മീറ്റർ എന്നും കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത്രയുമാണ് രണ്ടാമത്തെ ദിവസം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, 7 കിലോമീറ്ററും 900 മീറ്ററും. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. മഴക്കാലത്തിന് മുമ്പുള്ള ശുചീകരണത്തിൻ്റെ ഭാഗമായി 15 കിലോമീറ്റർ നീളമുള്ള ഇരുവേലിപ്പുഴ 3 ദിവസം കൊണ്ട് വൃത്തിയാക്കി. ആദ്യ ദിവസം 4 കിലോമീറ്റർ 325 മീറ്റർ ദൂരവും രണ്ടാം ദിവസം 6 മീറ്റർ 500 മീറ്റർ ദൂരവും വൃത്തിയാക്കി. മൂന്നാം ദിവസം വൃത്തിയാക്കിയ ദൂരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ആകെയിൽ നിന്ന് നമ്മൾ എന്ത് കാണണം, ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും നമ്മൾ ചെയ്തത് കുറക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതനുസരിച്ച് നമുക്കിവിടെ എഴുതി നോക്കാം. ഉത്തരം നമ്മൾ ഇവിടെയാണ് എഴുതാൻ പോണത്. ഓക്കെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നാലാമത്തെ ഉത്തരമാണ്. ആകെ നീളം എത്രയാണ്, 15 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ആകെ നീളം 15 കിലോമീറ്റർ. ഇനി ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് എത്രയായിരുന്നു, നിങ്ങൾ എഴുതോ, ഒന്നാമത്തെ ദിവസം എന്ന് എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ദിവസം 4 കിലോമീറ്ററും അതുപോലെ 325 മീറ്ററും ആയിരുന്നു. രണ്ടാമത്തെ ദിവസം എത്രയാണ്, അപ്പോൾ ഇത് ആദ്യം കൂട്ടി നോക്കണം, 2 ദിവസം കൂടെ എത്രയായി എന്നുള്ളത്. രണ്ടാമത്തെ ദിവസം 6 കിലോമീറ്ററും അതുപോലെ 500 മീറ്ററും ആയിരുന്നു. ഇത് രണ്ടും കൂടെ കുറച്ച് നോക്കുക, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്കറിയാം, കുറക്കല്ല കൂട്ടുകയാണല്ലോ അല്ലേ. 6ഉം 4ഉം എത്രയായി, 10 കിലോമീറ്റർ ആയി. 10 കിലോമീറ്ററും 500ഉം 325ഉം എത്രയായി, 825 മീറ്ററും ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ആകെയുള്ള 15 കിലോമീറ്ററിൽ നിന്നും ഇത് കുറച്ച് നോക്കുക. അപ്പോൾ ആകെയുള്ളത് നമുക്കറിയാം 15 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 14 കിലോമീറ്ററും 1000 മീറ്ററും ആക്കിയിട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ കുറയ്ക്കേണ്ടത് എത്രയാണ്, 10 കിലോമീറ്ററും 825 മീറ്ററും ആണ് ഇതിൽ നിന്നും കുറയ്ക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4 കിലോമീറ്ററും അതുപോലെ 175 മീറ്ററും കിട്ടും. അപ്പോൾ ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കൂട്ടുകാർ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇത് ഇറേസ് ചെയ്യാൻ പോവുകയാണ്. അഞ്ചാമത്തേതാണ്, മികവുത്സവത്തിൻ്റെ ഭാഗമായി ബാഡ്ജ് ഉണ്ടാക്കാൻ ലിനി റിബൺ മുറിച്ച് കൂട്ടുകാർക്ക് കൊടുത്തു. പട്ടിക നോക്കി ചോദ്യങ്ങളുടെ ഉത്തരം കാണുക. ഇവിടെ ജാൻവി, ഹാദിയ, അബി, ഫാരിസ് ഇവർക്ക് കൊടുത്ത റിബണിൻ്റെ നീളമാണ് തന്നിട്ടുള്ളത്. ഹാദിയക്ക് കിട്ടിയതിനേക്കാൾ എത്ര നീളം കൂടുതലാണ് ഫാരിസിന് കിട്ടിയ റിബണിന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാദിയക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 21 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. എന്നിട്ട് ഫാരിസിന് കിട്ടിയിട്ടുള്ളത് 26.7 മില്ലിമീറ്ററും ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ കുറച്ച് നോക്കാം. അപ്പോൾ 26 സെൻറ്റിമീറ്ററിൽ നിന്നും 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണ്. അതിൽ നിന്നും നമ്മൾ കുറയ്ക്കേണ്ടത് എത്രയാണ്, 21 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നോക്കൂ. 26ൽ നിന്നും 21 കുറച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ, അതുപോലെ 7ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 2 മില്ലിമീറ്റർ. അപ്പോൾ ഇവിടെ ഉത്തരം എഴുതേണ്ടത് 5 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററും ആണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തേത്, ജാൻവിയും അബിയും അവർക്ക് കിട്ടിയ റിബണുകൾ അറ്റത്തോടറ്റം ചേർത്ത് അളന്നു നോക്കി. ആകെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ജാൻവിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 24, രണ്ടാമത്തെ ഉത്തരം കേട്ടോ, 24
ഇവിടെ ഇംഗ്ലീഷിൽ എഴുതുന്ന സ്ഥലമില്ലാത്തത് കൊണ്ടാണ് 24 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും അല്ലേ. അതിൻ്റെ കൂടെ അവരെന്ത് കൂട്ടി, നമ്മുടെ അബിയുടെയും കൂടെ കൂട്ടി. അബിയുടെ എത്രയാണ് 19 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആയിരുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 24ഉം 19ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 43 സെൻറ്റിമീറ്റർ. 6ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 10 മില്ലിമീറ്റർ. അപ്പോൾ 24 10 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ വീണ്ടും 1 സെൻറ്റിമീറ്റർ കൂടി. അപ്പോൾ എത്രയായി ടോട്ടൽ? 44 സെൻറ്റിമീറ്റർ ആയി. ഇനി അടുത്തത്, ബാക്കി വന്ന റിബൺ ഫാരിസിന് കിട്ടിയ റിബണിൻ്റെ അറ്റത്ത് ചേർത്ത് വെച്ച് അളന്നപ്പോൾ ആകെ നീളം 40 സെൻറ്റിമീറ്റർ ആയി. ബാക്കി വന്ന റിബണിൻ്റെ നീളം എത്രയാണ് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 40 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഫാരിസിന് എത്രയാണ്? 26 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഇത് കുറച്ച് നോക്കണം അല്ലേ. 40 സെൻറ്റിമീറ്റർ ആണ് മൂന്നാമത്തെ ഉത്തരം. 40 സെൻറ്റിമീറ്റർ മൈനസ് എന്ത് ചെയ്യണം? 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണ്. ഇനി 40ൽ നിന്നും 26 നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 7 നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 39 സെൻറ്റിമീറ്ററും 1000 മില്ലിമീറ്ററും ആക്കി മാറ്റാം. അതിൽ നിന്നും എന്ത് കുറക്കണം? 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും. ഓക്കെ, 7 മില്ലിമീറ്ററും നമ്മൾ കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 39ൽ നിന്നും 26 കുറച്ച് കഴിഞ്ഞാൽ 13 കിട്ടും. 13 സെൻറ്റിമീറ്ററും 1000ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 1000 അല്ല 10 മില്ലിമീറ്റർ. ഓക്കെ, 10ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ 3 മില്ലിമീറ്ററും കിട്ടും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 13 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ്. ഓക്കെ, ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? കായികമേളയ്ക്ക് തോരൻ കെട്ടാൻ പല നിറത്തിലുള്ള റിബണുകൾ വാങ്ങി. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 42 സെൻറ്റിമീറ്റർ 50 മില്ലിമീറ്റർ നീളമുള്ള പച്ച റിബണിൽ നിന്നും ഒരു റിബൺ വളയം ഉണ്ടാക്കാൻ 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ മുറിച്ചെടുത്തു. ബാക്കി കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് എത്രയാണ്? ആകെ ഉണ്ടായിരുന്നത് 42 സെൻറ്റിമീറ്ററും 50 മില്ലിമീറ്ററും ആണ്. അതിൽ നിന്നും എന്ത് മുറിച്ചെടുത്തു? 10 സെൻറ്റിമീറ്ററും അതുപോലെ 5 മില്ലിമീറ്ററുമാണ് മുറിച്ചെടുത്തത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാകും എന്ന് കാണാൻ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. 42ൽ നിന്നും 10 മൈനസ് ചെയ്താൽ 32 സെൻറ്റിമീറ്റർ. പിന്നെ എന്തുണ്ട്? ഇവിടെ 50ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 45 മില്ലിമീറ്ററും. ഓക്കെ, ഇനി നമുക്കറിയാം 45 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 4 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊന്നും കൂടെ നമുക്ക് എഴുതാം. 32 സെൻറ്റിമീറ്റർ പ്ലസ് എന്തുണ്ട്? 4 സെൻറ്റിമീറ്റർ പ്ലസ് 5 മില്ലിമീറ്റർ. അപ്പോൾ 32ഉം 4ഉം കൂടെ 36 സെൻറ്റിമീറ്ററും അതുപോലെ 5 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഒന്നും കൂടെ എടുത്തെഴുതാം. 36 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 35 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ നീളമുള്ള ചുവന്ന റിബണിൽ നിന്നും 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിൻ്റെ നീളം എത്രയായിരിക്കും? അപ്പോൾ അടുത്തത് കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ എഴുതി നോക്കാം. രണ്ടാമത്തെ ഉത്തരമാണ്. ആകെ ഉണ്ടായിരുന്നത് എത്രയാണ്? 35 സെൻറ്റിമീറ്ററും അതിൻ്റെ കൂടെ 8 മില്ലിമീറ്ററും അല്ലേ. 8 മില്ലിമീറ്ററുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എത്ര മുറിച്ചെടുത്തു? 10 സെൻറ്റിമീറ്ററും അതുപോലെ 5 മില്ലിമീറ്ററും മുറിച്ചെടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. 35ൽ നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ. 8ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 3 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 25 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്.
95 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ നീളമുള്ള നീല റിബണിൽ നിന്നും 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള 2 കഷ്ണം മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന റിബണിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ ആദ്യം ഇവിടുന്ന് മുറിക്കുകയാണെന്ന് വിചാരിക്കാം. മൂന്നാമത്തതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ തന്നെ എഴുതി കൊടുക്കാം. ആദ്യം മുറിച്ചത് 10 സെൻറ്റിമീറ്ററും പിന്നെ 5 മില്ലിമീറ്ററും അല്ലേ. ഇനി പിന്നെ എന്താ ഉണ്ടായത് അവിടെ? 10 സെൻറ്റിമീറ്ററും 2 കഷ്ണം മുറിച്ചു അല്ലേ. അപ്പോൾ ആദ്യത്തെ രണ്ട് കഷ്ണത്തിനെ നമുക്ക് ആദ്യം കൂട്ടി നോക്കണം. 5 മില്ലിമീറ്ററും 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10ഉം 10ഉം 20. ഇവിടെ 5 5 10 ആവും അല്ലേ. അപ്പോൾ എന്തായി? 20ഉം ഇവിടുത്തെ 10ഉം. അപ്പോൾ എത്ര? ഈ ടോട്ടൽ 21 സെൻറ്റിമീറ്റർ. 21 സെൻറ്റിമീറ്റർ. ഇത്രയുമാണ് മുറിച്ചു മാറ്റിയത് അല്ലേ. ആകെ ഉണ്ടായിരുന്നത് അവിടെ എത്രയായിരുന്നു? 95 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആയിരുന്നു. ഓക്കെ, അതിൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? 21 സെൻറ്റിമീറ്റർ കുറക്കണം. അപ്പോൾ 21 സെൻറ്റിമീറ്റർ കുറക്കാൻ ഇവിടെ മില്ലിമീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 20 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററും ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ 95 നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 75 കിട്ടും അല്ലേ. അപ്പോൾ 75 സെൻറ്റിമീറ്ററും ഇവിടെ 10ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 6 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി പാഠം നന്നായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 9ാമത്തെ പാഠഭാഗം തുല്യമായ കൂട്ടം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.